तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ പുതിയ ഒരു പാഠലിലേക്ക് പ്രവേശിക്കാം. ദേഹമാമൊരു സഞ്ചിക്കുള്ളിൽ ഇന്ദ്രിയം അഞ്ചിരിക്കും, ബാഹ്യമായി പറന്നിടും കാക്കയെപ്പോലെ അഞ്ചും. ഇന്ദ്രിയങ്ങൾക്ക് ചേരും പിണികളാൽ ആ ദേഹത്തെയും ബാധിച്ചു പോരും, ദേഹം നശ്വരമായി തീരും. അപ്പോൾ ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ എങ്ങനെ വഞ്ചിക്കുന്നു, എങ്ങനെ ജീവിതത്തെ നശ്വരമാക്കി മാറ്റുന്നു എന്ന് തിരുമൂലദേവൻ പറയുകയാണ്. ദേഹം ഒരു സഞ്ചിയായിട്ടിവിടെ തിരുമൂലദേവൻ കൽപ്പിക്കുകയാണ്. ദേഹം ഒരു സഞ്ചി, ആ സഞ്ചിക്കുള്ളിൽ 5 ഇന്ദ്രിയങ്ങൾ അടക്കിയിരിക്കുന്നു. 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാവ്. ഈ 5 ഇന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങൾ 5ഉം സഞ്ചിക്കുള്ളിലായിരിക്കുന്നു. ദേഹമാം സഞ്ചിക്കുള്ളിലാണ്. ദേഹമായ സഞ്ചിക്കുള്ളിൽ 5 ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങളും സഞ്ചിയാകുന്ന കൂട്ടിൽ നിന്ന് എപ്പോഴും പറന്നിടും കാക്കയെപ്പോലെ. കാക്ക എപ്രകാരമാണോ എപ്പോഴും കൂട്ടിൽ നിന്ന് പറന്ന് ദൂരെ ദൂരെ പോകുന്നത്, അതേപോലെ ഈ 5 ഇന്ദ്രിയങ്ങളും എപ്പോഴും ബാഹ്യവിഷയങ്ങളിൽ പറന്ന് നടക്കുകയാണ്. അങ്ങനെ ബാഹ്യവിഷയങ്ങളാകുന്ന ആഹാരത്തെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഈ സഞ്ചിയിൽ നിന്ന്, ദേഹമാകുന്ന സഞ്ചിയിൽ നിന്ന് എപ്പോഴും ഈ പഞ്ചേന്ദ്രിയങ്ങൾ ബാഹ്യലോകത്തിലേക്ക് പറന്ന് നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും അന്തർമുഖമല്ല, മറിച്ച് ബഹിർമുഖമാണ്. കണ്ണെപ്പോഴും ബാഹ്യ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നു. ആന്തരിക കാഴ്ച, ഉൾക്കണ്ണിൻ്റെ കാഴ്ച കാണാൻ ഈ കണ്ണ് ഒരിക്കലും നാം ഉപയോഗിക്കാറില്ല. മറിച്ച് ബാഹ്യമായ കാഴ്ചകളുടെ പിന്നാലെ ഈ കണ്ണ് പാഞ്ഞു പോകുന്നു. കണ്ണിൻ്റെ കാഴ്ചയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്, മറിച്ച് ബാഹ്യമായ കാഴ്ചകളിൽ അഭിരമിക്കാനാണ് നമ്മുടെ കണ്ണ് എപ്പോഴും താല്പര്യപ്പെടുക. പിന്നെ അതുപോലെ ചെവി ബാഹ്യമായ ശബ്ദങ്ങൾ കേൾക്കാനാണ്, ആന്തരികമായ പ്രണവശബ്ദം കേൾക്കാനല്ല, മറിച്ച് ബാഹ്യമായ ശബ്ദകോലാഹലങ്ങൾ കേട്ട് സന്തോഷിക്കാനാണ് നമ്മുടെ ചെവി എപ്പോഴും. കാരണം എപ്പോഴും പുറമേക്ക് ഓടി പോകുന്നത്. അതുപോലെ നാവ് എപ്പോഴും ബാഹ്യരസങ്ങൾ ആസ്വദിക്കാനാണ്, ആന്തരികമായ ഭക്തിരസം ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ബാഹ്യമായ കാമ ആദി വികാരങ്ങളെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാവ് പുറത്തേക്ക് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്പർശനസുഖം, ബാഹ്യസ്പർശനത്തിലാണ് നാം എപ്പോഴും താല്പര്യം കാണിക്കുക. അങ്ങനെ ദേഹമാകുന്ന കൂട്ടിൽ നിന്ന് എപ്പോഴും ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കാക്കകൾ ദൂരേക്ക് ബാഹ്യലോകത്തിലേക്ക് പറന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടോ ഇന്ദ്രിയങ്ങൾക്ക് ചേരും പിണികൾ ആ ദേഹത്തെയും ബാധിച്ചു പോരും, ദേഹം നശ്വരമായി തീരും. എന്നിട്ട് ഇന്ദ്രിയങ്ങൾക്ക് ചേരും പിണികൾ. ഈ ഇന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളിൽ അഭിരമിക്കുമ്പോൾ ബാഹ്യങ്ങളായ പിണികൾ, ബാഹ്യങ്ങളായ പിശാചുക്കൾ ഈ ഇന്ദ്രിയങ്ങളെ ബാധിക്കും. അങ്ങനെ
ബാഹ്യമായ പിശാചുക്കൾ ഇന്ദ്രിയങ്ങളെ ബാധിച്ച് എന്ത് സംഭവിക്കുന്നു? കൂരിരുട്ടാം നരകത്തിൽ നമ്മളുടെ ദേഹത്തെ കൊണ്ടെത്തിച്ച് നമ്മളുടെ ജീവിതത്തെ നശ്വരമാക്കും, പെട്ടെന്ന് മരണത്തിന് വിധേയമാക്കും. ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ എവിടേക്ക് കൊണ്ടെത്തിക്കുന്നു? നശ്വരമായ ദേഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അനശ്വരമായ ശരീരത്തെ, ആ അനശ്വരമായ മനസ്സിനെ, അനശ്വരമായ ആത്മാവിനെ നശ്വര ശരീരമാക്കി മാറ്റുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ബാഹ്യപ്രവർത്തനങ്ങളാണ്. ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ബാഹ്യപ്രവർത്തനങ്ങൾ എപ്പോഴാണോ നിലയ്ക്കുന്നത്, അപ്പോൾ മാത്രമേ ആന്തരിക ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അതോടെ ഒരാൾ ജ്ഞാനിയായി തീരുകയും ചെയ്യും. ശരീരത്തെ മരണത്തിന് വിധേയമാക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ എപ്പോഴാണോ ബാഹ്യലോകത്തു നിന്ന് പിന്തിരിയുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ജ്ഞാനം, ബോധോദയം ലഭിക്കുകയുള്ളൂ. ഇതുതന്നെയാണ് മാണിക്യവാചകർ തിരുവാചകത്തിൽ പാടുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെ നമ്മെ ശല്യപ്പെടുത്തുന്നു എന്ന് നോക്കൂ. മായയാം ഇരുൾ മൂടി നെറിയും പാപവുമാം കയറാൽ കെട്ടപ്പെട്ട് പുറന്തോൽ പുതച്ച് എങ്ങും പുഴുവും അഴുക്കുമായി മൂടുകയാലെ മലഞ്ചോർന്നിടും നവദ്വാരമാർന്നതാം കുഴിൽ തന്നിൽ വാണിടും എന്നെ എൻ്റെ അഞ്ചാകും ഇന്ദ്രിയങ്ങൾ വഞ്ചന ചെയ്തിടവേ നിർമ്മല സ്വരൂപനെ ജന്തുവാസനയാന്ന ചിത്തത്തിൽ പ്രേമവായ്പാൽ നിനക്കായുള്ളുരുകും നന്മയുമില്ലാത്തോന് കാരുണ്യമേകിയോനെ നിലത്തിൽ വന്നരുളി നിന്നുടെ കഴൽ കാട്ടി നായയ്ക്ക് ഒപ്പമായി കിടന്നോരടിയന് തത്വത്തിൻ പൊരുളായി തായയ്ക്കും മേലെ കൃപ കാട്ടിയിടും ദയാനിധേ. അങ്ങനെയുള്ള ദയാനിധിയായ ശിവൻ എൻ്റെ മായയെ മാറ്റിത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, സ്വന്തം ബന്ധങ്ങളാകും ബന്ധനങ്ങളിൽ നിന്നും മോചനമേകമാരിയ വഞ്ചനയാകും ഇരുൾ നെഞ്ച് വിട്ടകറ്റി നീ അരുളും അൻപുമേകി എന്നെ വിട്ടകലാതെ പെരുതാം കാരുണ്യത്തിൻ പേരാറായി വിളങ്ങി നീ എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ വഞ്ചിക്കുകയും തന്നെ നശിപ്പിക്കുകയും പുറന്തോൽ പുതച്ചെങ്ങും പുഴുവും അഴുക്കുമായി മൂടുകയായി തൻ്റെ ശരീരത്തെ അഴുക്ക് ചാലായി മൂടുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അല്ലയോ ഭഗവാൻ എന്നെ രക്ഷിക്കണമേ, കാരുണ്യമേകിയോനെ നിലത്തിൽ വന്നരുളുക, എൻ്റെ ശരീരത്തിൽ വന്ന് അരുളുക, എൻ്റെ ഹൃദയത്തിൽ വന്നരുളുക എന്നാണ് തിരുമൂലദേവൻ ഇവിടെ മാണിക്യവാചകരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇവിടെ മാണിക്യവാചകരും തിരുമൂലദേവനും ഒന്നായിത്തീരുന്നു. ഓം ശിവായ നമഃ.